മലയാളികളുടെ പ്രിയ കലാകാരൻ കലാഭവൻ മണി ഓർമ്മയായിട്ട് ഇന്ന് 10 വർഷം പിന്നിടുകയാണ്. നടനായും നാടൻ പാട്ടുകാരനായും എല്ലാം നമ്മൾ ഇത്രയും സ്നേഹിച്ച ഒരാൾ വേറെ ഉണ്ടാകുമോ എന്നതൊരു ചോദ്യമാണ്. പ്രിയ കലാകാരൻ്റെ മരണമില്ലാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ന്യൂസ് മലയാളത്തിൻ്റെ ആദരം. മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടമെന്ന പോലെ അടുത്തു വന്ന് അധിക നേരമാകും മുൻപേ അകന്നുപോയൊരാൾ. ചിരിയിലൂടെ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച കലാകാരൻ കലാഭവൻ മണി എന്ന ചാലക്കുടിക്കാരൻ ഓർമ്മയായിട്ട് 10 വർഷം പിന്നിടുന്നു. കാലമേറെ കഴിഞ്ഞിട്ടും ആ നൊമ്പരം തിരിച്ചറിയാൻ പാടുപെടുകയാണ് മണിയെ ഏറെ സ്നേഹിച്ചവർ. കറുത്ത മുത്തെന്ന ഓമനപ്പേരിൽ ആരാധകർ ഹൃദയത്തിലേറ്റിയ മണി നടനായും നാടൻ പാട്ടുകാരനായും ഇന്നും പലർക്കുമൊപ്പം കൂടെയുണ്ട്. അഭ്രപാളിയിലെ തിരക്കിൽ നിന്ന് ഇറങ്ങി വന്ന് സാധാരണക്കാരനൊപ്പം ഇന്നും അയാൾ ജീവിക്കുന്നു. 1992 മിമിക്രി കലാകാരൻ എന്ന നിലയിൽ മണിയെ നമ്മൾ പരിചയപ്പെട്ടത്. സല്ലാപം എന്ന സിനിമയിലൂടെ തുടങ്ങി തെന്നിന്ത്യയിലെ എണ്ണം പറഞ്ഞ അഭിനേതാവായി പിന്നീട് അയാൾ മാറി. നാടൻ പാട്ടെന്ന കലാരൂപത്തെ ജനകീയമാക്കിയതിൽ മണിയുടെ പങ്ക് വലുതാണ്. ഒരുപാട് വിഷമങ്ങളുണ്ടെങ്കിലും ഓരോ ദിവസവും നമുക്ക് ചേട്ടനെക്കുറിച്ച് പറയാനും അതുപോലെ ചേട്ടൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് നമുക്ക് എപ്പോഴും സദാസമയവും നമുക്ക് പറ്റുന്നുള്ളൂ. അപ്പം ചേട്ടൻ്റെ ഓർമ്മകളിൽ തന്നെ നമ്മൾ ജീവിക്കുകയാണ് എപ്പോഴും. ചേട്ടനെക്കുറിച്ചുള്ള ചേട്ടൻ്റെ പാട്ടുകൾ, ചേട്ടൻ്റെ സിനിമകൾ, അല്ലെങ്കിൽ എന്ത് ഒരു സാംസ്കാരിക പരിപാടി പോയാലും മനുഷ്യനെക്കുറിച്ച് സംസാരിക്കുക. അപ്പം ആ ഒരു ജീവൻ നമുക്കൊപ്പം തന്നെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളിപ്പോഴും പോകുന്നത്. വ്യക്തി ജീവിതത്തിലെ തിരക്കുകൾ ഒഴിയുമ്പോഴെല്ലാം മണി ചാലക്കുടിക്കാരൻ മാത്രമായിരുന്നു. നാടിൻ്റെയും നാട്ടുകാരുടെയും ഓരോ ആവശ്യങ്ങളിലും മടികൂടാതെ ഓടിയെത്തി. പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തോട് പൊരുതി നേടി വിജയിച്ചപ്പോഴും ആരെയും മറന്നില്ല. തേടിയെത്തിയവരെയെല്ലാം മണി കൈനീട്ടി സഹായിച്ചു. ചാലക്കുടിയുടെ ഓരോ ഘട്ടങ്ങളിൽ ഒരാഘോഷമായാലും ഒരു ദുരന്തങ്ങളുണ്ടായാലൊക്കെ കലാഭവൻ മണിയുടെ ഓർക്കാണ്ടിവിടെ പ്രളയം വരുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മണിയുടെ എപ്പോഴും ഹെൽപ്ഫുള്ളായിട്ടുണ്ടായിരുന്നു. ആഘോഷങ്ങളിലൊക്കെ മണി ഫ്രണ്ടിലുണ്ടായിരുന്നു, എല്ലാ ആഘോഷങ്ങളിലും. മണിയുടെ ഒരു നഷ്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മണിയുടെ ഒരു അഭാവം, ഒരു ശൂന്യത. ഞാനിവിടെ വരുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട്. കുന്നിശ്ശേരി രാമന്റെയും അമ്മിണിയുടെയും 6ാമത്തെ മകനായിരുന്ന കലാഭവൻ മണി കലയിലൂടെയാണ് എല്ലാം നേടിയെടുത്തത്. സിനിമയുടെ നെറുകയിലും ആരാധകരുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് 47-ാം വയസ്സിൽ രോഗമായെത്തിയ മരണം മടക്കി വിളിക്കുന്നത്. കുന്നിശ്ശേരി കുടുംബത്തിനൊപ്പം അത് മലയാളികളുടെ ആകെ നഷ്ടമായിരുന്നു. ഇന്ന് മറ്റൊരു മാർച്ച് മാസം 6-ാം തീയതി മണിക്കൂടാരമെന്ന ചാലക്കുടിയിലെ വീട്ടിലേക്ക് വീണ്ടും ആരാധകരും പ്രിയപ്പെട്ടവരും എത്തും. പ്രിയ കലാകാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ചിരസ്മരണകൾ അർപ്പിക്കും. ന്യൂസ് മലയാളം, തൃശൂർ.